മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരരെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെ ഫലം പുറപ്പെടുവിക്കുക എന്നതിനെ പറ്റിയാണ്. ചില സമയങ്ങളിൽ നമ്മുടെ ഭൗതിക ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലും നമ്മൾ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല. നമുക്ക് സമാധാനവും ശാന്തിയുമില്ല. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുന്നു. ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മെ ഓർപ്പിക്കുകയാണ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളത്. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള ഭാഗങ്ങളിൽ നാം അനുഗ്രഹിക്കപ്പെടുന്നതിനെ പറ്റിയാണ് വായിക്കുന്നത്. നമ്മൾക്ക് എങ്ങനെയാണ് ദൈവത്തിന് അനുഗ്രഹം ലഭിക്കുക? കർത്താവ് ഇസ്രായേലിന് അരുളി ചെയ്യുകയാണ്, നിനക്ക് ഞാൻ നൽകുന്ന കൽപ്പനകൾ നീ സൂക്ഷ്മമായി പാലിക്കുകയാണെങ്കിൽ അവിടെ നിന്നെ ഉന്നതനാക്കും. അത് മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകൾ നീ അക്ഷരം പ്രതി പാലിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ ഉന്നതനാക്കും, നീ ഒരു അനുഗ്രഹീതനായി തീരും. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ദൈവം നമുക്ക് മാത്രമാണ് അനുഗ്രഹം നൽകുന്നത്. നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കും, നമ്മുടെ മൃഗങ്ങളെ ദൈവം അനുഗ്രഹിക്കും, നമ്മുടെ വയലുകളെ ദൈവം അനുഗ്രഹിക്കും. വീണ്ടും ദൈവം പറയാണ്, നിന്റെ സകല പ്രവൃത്തികളും അനുഗ്രഹിക്കപ്പെടുമെന്ന്. അപ്പോൾ സർവത്രികമായ ഒരു അനുഗ്രഹമാണ് നമ്മുടെ വയലിനും നമ്മുടെ മൃഗങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികൾക്കും അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ, നാം അനുഗ്രഹിക്കപ്പെട്ടവരാകണമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകൾ അക്ഷരം പ്രതി പാലിക്കണമെന്ന് ഇസ്രായേൽ ജനത്തോട് ദൈവം അരുളി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ന് യൂട്യൂബിലൂടെ ദൈവത്തിന്റെ തിരുവചനം, ജീവന്റെ വചനം ശ്രവിക്കുന്ന സമയത്ത് നാം നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. എന്തുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ബുദ്ധിമുട്ടുകളിലൂടെയും ക്ലേശങ്ങളിലൂടെയും കടന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് കൃഷിയിൽ ഒരു അഭിവൃദ്ധി ഇല്ലാത്തത്, ഒരു ഐശ്വര്യമില്ലാത്തത്? അതുകൊണ്ട് അതിന് കാരണം ഇതായിരിക്കാം, നാം ദൈവത്തിന്റെ കൽപ്പനകൾ ചിലപ്പോൾ അനുസരിക്കുന്നില്ലായിരിക്കാം. വീണ്ടും നാം കാണുന്നുണ്ട് പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 19 മുതൽ 25 വരെയുള്ള ഭാഗങ്ങളിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ബഹുമാനനായി തീരുന്നത് അല്ലെങ്കിൽ ഉന്നതനായി തീരുന്നത് എന്നാണ് നാം വായിക്കുന്നത്. ഇപ്രകാരം എഴുതിയിരിക്കുന്നു, കർത്താവിനോട് ഭക്തിയുള്ളവനും കർത്തൃ കൽപ്പന ലംഘിക്കാത്തവനും അനുഗ്രഹീതനാണ്. നിയമാവർത്തന പുസ്തകത്തിൽ നാം വായിച്ചു കേട്ട പോലെ കർത്താവിന് കൽപ്പന അനുസരിക്കുന്നവനും കർത്താവിന്റെ ഭക്തിയുള്ളവനും ബഹുമാനനായി തീരും, അനുഗ്രഹിക്കപ്പെട്ടവനായി തീരും. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, എപ്പോഴും ദൈവം അവരോട് ഉണ്ടായിരിക്കുമെന്നാണ് പ്രഭാഷണ പുസ്തകത്തിലൂടെ ഈശോ നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള വചനഭാഗത്ത് നാം ധ്യാനിക്കുന്നത് നാം ഓരോരുത്തരും യേശുവിനോട് ചേർന്ന് നിൽക്കേണ്ട ആവശ്യകതയെ പറ്റിയാണ്. പൗലോസ് ഇപ്രകാരം പറയുന്നു, അഹങ്കാരം വെടിഞ്ഞ് എളിമയോടെ ഭയത്തോടെ ദൈവത്തോട് ചേർന്ന് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതരായിത്തീരും. നിങ്ങൾ ഒത്തിരിയധികം ഫലങ്ങൾ പുറപ്പെടുവിക്കും. അപ്പോൾ ഫലങ്ങൾ പുറപ്പെടുവിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾക്കെതിരെയുള്ള ഏറ്റവും വലിയ പാപമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. നാം നമ്മെ തന്നെ പ്രശംസിക്കുകയും നമുക്ക് ദൈവത്തിന് ആവശ്യമില്ലെന്ന് തോന്നുകയും നമ്മുടെ ഐശ്വര്യത്തിനും സമ്പത്തിനും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുമ്പോൾ ദൈവത്തിന് അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ റോമാക്കാരെ ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങൾ ഓരോരുത്തരും വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുകയും അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ ദൈവസന്നിധിയിൽ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതരായിത്തീരും, നിങ്ങൾ ഒത്തിരിയധികം ഫലങ്ങൾ പുറപ്പെടുവിക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ ഇന്ന് നാം ധ്യാനിക്കുന്നത് മുന്തിരിച്ചെടിയും ശാഖകളുമാണ്. വിശേഷപ്പെട്ട സഹോദരരെ, നാം പലതവണ ഈ സുവിശേഷ ഭാഗം വായിച്ചുണ്ടായിരിക്കാം, നാം ധ്യാനിച്ചിട്ടുണ്ടായിരിക്കാം. ഈശോ എന്താണ് പറയുന്നത്? ഈശോ പറയുകയാണ്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണെന്ന്. നമുക്ക് കാണാൻ സാധിക്കും, തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കാത്തിടത്തോളം കാലം ശാഖകൾക്ക് ഫലം പുറപ്പെടുവിക്കുക അസാധ്യമാണ്. തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ ശാഖകൾക്ക് വളവും ജലാംശവും ലഭിക്കുന്നു. തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിന്റെ എല്ലാവിധ ഗുണങ്ങളും എല്ലാവിധ ഫലങ്ങളും ശാഖകൾക്ക് ലഭിക്കുന്നു. അത് നമുക്ക് പ്രായോഗികമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് യേശു ആഗ്രഹിക്കുന്നത്? തായ്തണ്ട് അല്ലെങ്കിൽ മുന്തിരിച്ചെടി എന്ന് പറയുന്ന യേശുവാണ്. അതിന് എത്രത്തോളം നമ്മൾ ഒട്ടിച്ചേർന്നിരിക്കുന്നുവോ
എത്രത്തോളം അതിന് കൂടെ വർത്തിക്കുന്നു അതനുസരിച്ച് നമുക്ക് ഫലങ്ങൾ പ്രകടിപ്പിക്കാൻ സാധിക്കും. നമുക്ക് കാണാൻ സാധിക്കും ഈ സുവിശേഷ ഭാഗം യേശുവിന്റെ വിടവാങ്ങൽ സന്ദേശത്തിന്റെ ഒരു ഭാഗമാണ്. യേശു പറയുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കില്ല. ഇന്ന് യൂട്യൂബിലൂടെ യേശുവിന്റെ ഈ ജീവവചനം ശ്രവിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മോട് ചോദിക്കേണ്ട കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നിയമാവർത്തന പുസ്തകത്തിലൂടെയും പ്രഭാഷണ പുസ്തകത്തിലൂടെയും റോമാക്കാരുടെ ലേഖനത്തിലൂടെയും യോഹന്നാന്റെ സുവിശേഷത്തിലൂടെയും ഒരു കാര്യമാണ് നമ്മെ ഇന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ, നമ്മൾ അനുഗ്രഹീതരായി തീരണമെങ്കിൽ, നമ്മൾ ഉന്നതരായി തീരണമെങ്കിൽ, നമ്മൾ ബഹുമാനായി തീരണമെങ്കിൽ, നമ്മുടെ ഭവനങ്ങളിൽ അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ, നമ്മൾ മൃഗങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ വായുകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ ശത്രുക്കളെ നമ്മൾ തോൽപ്പിക്കണമെങ്കിൽ നാം തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയില്ല. തായ്തണ്ടിനോട് ശാഖ ചേർന്ന് നിൽക്കുമ്പോൾ അതിന് ജലാംശവും വളവും ലഭിക്കുന്നു. അതേ രീതിയിൽ മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരരെ, നാം ഓരോരുത്തരും യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കും ഒത്തിരിയധികം ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കും. നാം ഓരോരുത്തരും അനുഗ്രഹീതരായി തീരും. നമ്മളുടെ വിദ്വേഷവും വെറുപ്പും അഹങ്കാരവും അലസതയും എല്ലാ തിന്മകളും മാറിപ്പോയും എളിമയും സന്തോഷവും സമാധാനവും മറ്റുള്ള സ്നേഹിക്കാനും മറ്റുള്ളവരുടെ പ്രവർത്തിക്കുവാനായിട്ട് ഒരു അനുഗ്രഹം ദൈവം നമുക്ക് നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം, യേശുവേ, പലതവണ ഞാൻ എന്നെ തന്നെ അഹങ്കാരത്തോടെ ഞാൻ മുറിച്ച് മാറ്റപ്പെട്ടു. ഞാൻ എന്റെ അഹങ്കാരം കൊണ്ട് തായ്തണ്ടിനോട് ഞാൻ ചേർന്ന് നിന്നില്ല, എളിമയുടെ സ്ഥലത്തിൽ വർദ്ധിച്ചില്ല. ഞാനോർത്ത് എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന്, ഞാനോർത്ത് ഞാൻ ഉന്നതനാണെന്ന്, ഞാനോർത്ത് ബഹുമാനാണെന്ന്. അപ്പോൾ ഞാൻ എന്താണ് കാണുന്നത്? എന്റെ മൃഗങ്ങൾക്ക്, എന്റെ കൃഷിസ്ഥലങ്ങൾക്ക്, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന് എനിക്ക് സമാധാനവും ശാന്തിയുമില്ല. എന്റെ വിളവുകൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കുന്നില്ല. അപ്പോൾ ഇന്ന് യേശു നമ്മെ ഓർപ്പിക്കുകയാണ്, എന്നോട് ചേർന്ന് നിൽക്കുവിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, നിങ്ങൾ ഫലം പുറപ്പെടുവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഇന്നത്തെ വചനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ഒത്തിരിയധികം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിനായിട്ട് ഞങ്ങൾക്ക് പ്രായോഗിക ജീവിതത്തിൽ കാണാൻ സാധിക്കും. എപ്പോഴെങ്കിലും തായ്തണ്ടിന്ന് മുറിച്ചു മാറ്റപ്പെട്ട ഒരു ശിഖിരം, ഒരു ശാഖ ഒരിക്കലും ഫലം പുറപ്പെടുവിക്കുന്നില്ല. മറിച്ച് അത് വാടിപ്പോവുകയും അത് കരിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഈ നന്ദി കർത്താവേ, എപ്പോഴും അങ്ങോട്ട് ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സ്വാർത്ഥ മോഹങ്ങളും അഹങ്കാരവും അലസതയും എല്ലാ മടിയും മറ്റുള്ള പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരും അഭിഷേകം ചെയ്യണമേ. അങ്ങ് ഞങ്ങൾ പറഞ്ഞിരുന്ന വചനത്തിലൂടെ, നിയമാവർത്തന പുസ്തകത്തിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിങ്ങളുടെ മൃഗങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിങ്ങളുടെ വയലുകൾ കൃഷി സ്ഥലങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കണം. പൗലോസ് നിങ്ങളെ ഓർമ്മിപ്പിച്ചുവല്ലോ, നിങ്ങൾ വിശ്വാസത്തോടുകൂടെ, ഭക്തിയോടുകൂടെ, ഭയത്തോടുകൂടെ കർത്താവിൽ സന്നിധിയിൽ വർത്തിക്കുവാൻ നിങ്ങൾ അനുഗ്രഹീതരായി തീരും. യേശുവേ, നീ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ, നിങ്ങൾ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. ഞങ്ങളുടെ തെറ്റുകൾക്കെല്ലാം ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഞങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. മുന്തിരിച്ചെടിയുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ശാഖകളെ പോലെ എപ്പോഴും അങ്ങോട്ട് ചേർന്ന് നിൽക്കുവാനും അങ്ങയുടെ അനുഗ്രഹം പ്രാപിക്കാനായിട്ടും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരെയും പരിസ്ഥാപന ശക്തിയാൽ അഭിഷേകം ചെയ്യണമേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവാദ്യത്തിന്റെ സ്നേഹവും പരിസ്ഥാപനയുടെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.